യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഏറ്റവും അധികം ഭീഷണി അല്ലെങ്കിൽ വെല്ലുവിളി ഉണ്ടാകുന്നത് ഫ്രാൻസിൻ്റെ പക്ഷത്തു നിന്നാണ്. അതായത് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന പല തീരുമാനങ്ങളെയും ഇമാനുവൽ മാക്രോൺ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കണ്ണിലെ ഒരു കരടാണ് ഫ്രാൻസ് എന്ന് പറയാം. സെപ്റ്റംബർ 8 എന്ന് പറയുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം സെപ്റ്റംബർ 9 അന്ന് അവിശ്വാസ പ്രമേയം വോട്ടിനെടുക്കും. അതായത് ഈ ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായ ഫ്രാൻസിസ് ബെയ്റോവിനെതിരായ അവിശ്വാസ പ്രമേയം അന്ന് ചർച്ചയ്ക്കെടുക്കും. പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പോലും ആശങ്കയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവമുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഫ്രാൻസിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല, സാമ്പത്തിക ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നാണിത്. നിലവിൽ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഫ്രാൻസ് കടന്നു പോകുന്നു എന്ന് ആശങ്ക നിലനിൽക്കുന്നതിനിടയിലാണ് ഈ അവിശ്വാസ പ്രമേയം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫ്രാൻസ്വ ബെയ്റൂവിനെതിരെ വോട്ട് ചെയ്യുമെന്ന് ഇടത് വലത് പാർട്ടികൾ ഒരുപോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെയ്റോ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് ഇമ്മാനുവൽ മാക്രോണിലേക്കാണ്. കാരണം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളുടെയും മുമ്പിലേക്ക് തലയെടുപ്പോടെ നിൽക്കുന്നത് ഫ്രാൻസാണ്. ഈ ഫ്രാൻസിന് അങ്ങനെ ഒരു നേതൃത്വം നൽകുന്നത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. അപ്പം മാക്രോണിൻ്റെ ശക്തമായ നിലപാടുകളോട് യോജിപ്പുള്ളതും വിയോജിപ്പുള്ളതുമായ നിരവധി ആളുകളുണ്ട്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെപ്റ്റംബർ 8 ബെയ്റൂ പരാജയപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ പുതിയ ഒരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള വിജ്ഞാപനം ഈ മാക്രോൺ തന്നെ പുറപ്പെടുവിക്കേണ്ടി വരും. ഇനി വിജയിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തിൽ വിജയിച്ചു വരികയാണെങ്കിൽ ബഡ്ജറ്റ്, തൻ്റെ സങ്കല്പത്തിലുള്ള ബഡ്ജറ്റിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ബെയ്റൂവിന് സാധിക്കും. ഒരു പക്ഷേ അത് ഫ്രാൻസിൻ്റെ തലവര തന്നെ മാറ്റിക്കുറിക്കും. നമുക്കറിയാം, ഫ്രാൻസിൻ്റെ 2 ദേശീയ ദിനങ്ങൾ മാറ്റുന്നത് അടക്കമുള്ള നിർണായകമായ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനായിട്ട് ബെയ്റൂ നീക്കം നടത്തുന്നു എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഒരു വലിയ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ബെയ്റൂവിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പാർലമെൻറ്റ് പിരിച്ചുവിട്ടുകൊണ്ട് പുതിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ഉത്തരവിറക്കാൻ ഇമ്മാനുവൽ മാക്രോൺ ശ്രമിച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അപ്പം പുതിയൊരു തെരഞ്ഞെടുപ്പ് കൂടുതൽ ഈ ഫ്രാൻസിനെ അസ്ഥിരമാക്കുമെന്ന് ഒരു 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 കരുതൽ അല്ലെങ്കിൽ ഒരു ചിന്താഗതി ഈ വിദഗ്ധരെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് അസാധാരണമായ രീതിയിൽ പാർലമെൻറ്റ് ഇത്തവണ വിളിച്ചുകൂട്ടി എന്നുള്ളതിനെ ഗൗരവത്തോടു കൂടിയാണ് ലോകരാജ്യങ്ങളും നോക്കിക്കാണുന്നത്. ഇപ്പം നിലവിൽ സാമ്പത്തിക ലോകത്തെ പ്രതിഫലനങ്ങളെ തുടർന്ന് ഉടലെടുത്ത ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഇതിനകം സാമ്പത്തിക മേഖലയിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 ദിവസത്തെ അവധികളൊക്കെ തന്നെ പിൻവലിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ബെയ്റൂവിൻ്റെ ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള പരാജയം ഏതാണ്ട് ഉറപ്പാക്കുന്നതാണ്. നിലവിൽ തോൽക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഒരു പക്ഷേ കൂടുതൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ് അനുകൂല ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇനി ബെയ്റൂവിനെ അനുകൂലിക്കുമോ പ്രതികൂലിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും 123 സീറ്റുകളുള്ള നാഷണൽ റാലി വിജയത്തിന് വേണ്ടിയിട്ട് ബെയ്റൂവിൻ്റെ മുൻ അവിശ്വാസ പ്രമേയത്തിലൊക്കെ എടുത്തതുപോലെ ഒരു നിലപാടെടുത്താൽ ഒരുപക്ഷെ ബെയ്റൂവിന് വിജയിച്ച് കയറാനുള്ള സാധ്യതയെ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഇമാനുവൽ മാക്രോൺ പുതിയ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഫ്രാൻസിൻ്റെ നിലവിലുള്ള സമ്പദ് വ്യവസ്ഥയെ ആകെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇപ്പം നിലവിൽ ഓഹരി വിപണി വലിയ തകർച്ചയിലാണ് ഫ്രാൻസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൻ്റെ പ്രധാന ഓഹരി സൂചികയായ CAC 40 എന്ന് പറയുന്നത് ഏകദേശം 2% ഇടിഞ്ഞു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഇത് ഫ്രാൻസിൻ്റെ പ്രമുഖ ബാങ്കുകളെയും വലിയ രീതിയിൽ ബാധിക്കും. മാത്രമല്ല, കടക്കണിയിലേക്ക് ഫ്രഞ്ച് സർക്കാരിനെ കൊണ്ടുവന്നെത്തിക്കും. അതായത് ഫ്രഞ്ച് സർക്കാരിൻ്റെ ബോണ്ടുകളുടെ ഏതാണ്ട് 10 വർഷത്തെ ആസ്തി എന്ന് പറയുന്നത് 3.5% ഉയർന്നു വരുന്നു. യൂറോസോൺ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഉണ്ടായതുപോലെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുടെ പോക്കാണ് ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതായത് ഫ്രഞ്ച് സർക്കാരിൻ്റെ കടമെടുപ്പ് ചെലവ് വർദ്ധിക്കുന്നു എന്നത് ഇത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇമാനുവൽ മാക്രോൺ ഈ ബെയ്റോയ്ക്കൊപ്പം നിൽക്കുമോ, എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, നാറ്റോ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു സഖ്യം അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചു വരികയാണ്. കാരണം അമേരിക്ക പറഞ്ഞിരുന്നു, ഇനി നാറ്റോ രാജ്യങ്ങൾ അവരുടെ GDPയുടെ 2% മുതൽ 5% വരെ പ്രതിരോധ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങണമെന്നാണ് അർത്ഥം.
ഇവിടെ യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങളും ഫ്രാൻസുമായിട്ട് ഈ പ്രതിരോധ കരാറിലേക്ക് ഏർപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വാഭാവികമായും ഫ്രാൻസിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. മാത്രമല്ല, ഇമാനുവൽ മാക്രോണിൻ്റെ നേതൃത്വത്തിലാണ് നേരത്തെ ട്രംപും സെലൻസ്കിയും തമ്മിലൊരു ചർച്ച നടന്നപ്പോൾ സെലൻസ്കിയെ പിന്തുണയ്ക്കാനായിട്ട് ലോകരാജ്യത്തെ നേതാക്കളൊക്കെ എത്തിയത് ജർമ്മനിയും UK-യും കാനഡയും ഒക്കെ ഉണ്ടെങ്കിലും തലയെടുപ്പോടെ നിന്നത് ഇമാനുവൽ മാക്രോണാണ്. ആ ഇമാനുവൽ മാക്രോണിൻ്റെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതുന്നവരാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഈ ഇമാനുവൽ മാക്രോൺ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. രാഷ്ട്രീയ സ്തംഭനാവസ്ഥ പോലും ഫ്രാൻസിൽ ഉണ്ടായേക്കാം. അതിൻ്റെ ഒരു നിഴൽ വീഴ്ത്തൽ ഇമാനുവൽ മാക്രോണിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് മേലും പതിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇമാനുവൽ മാക്രോണിനെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തോളം ഇനിയും ആ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കാനുള്ള സമയമുണ്ട്, അത്രയും ദൈർഘ്യമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ആകെ മാറി മറിയുമ്പോൾ വേണമെങ്കിൽ ഇമാനുവൽ മാക്രോണും രാജിവെച്ച് പുറത്തു പോകുമെന്ന് കരുതുന്നവരുണ്ട്. പക്ഷേ ഇടത് വലത് പാർട്ടികൾ ഒരുപോലെ ബെയ്റോണിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും ഇമാനുവൽ മാക്രോൺ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് വരില്ല. മാത്രമല്ല, 2027 തൻ്റെ കാലാവധി കഴിയുന്നതുവരെ പ്രസിഡന്റ് പദത്തിൽ ഇരിക്കാൻ തന്നെയാണ് ഇമാനുവൽ മാക്രോണിൻ്റെ തീരുമാനം. അതുകൊണ്ട് സെപ്റ്റംബർ 9 എന്ന് പറയുന്നത് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിവസമായി മാറുന്നു. ഈ ബെയ്റൂവിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയാണെങ്കിൽ വീണ്ടും ഏതാണ്ട് 12 മാസത്തിനിടയിൽ 3ാമത്തെ തവണയും പ്രധാനമന്ത്രി ഇല്ലാത്ത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഫ്രാൻസിൽ ഉരുത്തിരിഞ്ഞു വരും. ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ ചെറുതായിട്ടല്ല ബാധിക്കുക. മാത്രമല്ല, ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് സൈനിക കരാറിൽ ഏർപ്പെടുന്നു, പുതിയ നിക്ഷേപ പദ്ധതികൾ പങ്കുവെക്കുന്നു, പരസ്പരമുള്ള വ്യാപാര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഇമാനുവൽ മാക്രോൺ രാജ്യത്തെ ഒരു പുതിയ ദിശയിലേക്ക് നയിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു ഇമേജ് സൃഷ്ടിച്ചിരുന്നു. അതിനിടയിലേക്കാണ് ഈ ബെയ്റൂണിനെതിരായ അവിശ്വാസ പ്രമേയം വരുന്നത്. അപ്പോൾ ആ അവിശ്വാസ പ്രമേയം രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി രാജ്യത്തുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ബെയ്റോ എന്തായാലും പരാജയപ്പെടുമെന്നതിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ കൂടുതലായിട്ടും പുറത്തു വരുന്നത്. എന്തായാലും സെപ്റ്റംബർ 10 ഈ 2 അവധികൾ നിർത്തലാക്കാനുള്ള, ദേശീയ അവധികൾ ഒഴിവാക്കാനുള്ള ബെയ്റോവിൻ്റെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് ഇതുവരെ തീരുമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് 9-ാം തീയതി നടക്കുന്ന അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതായത് പുതിയ പ്രധാനമന്ത്രി അധികാരത്തിലേക്ക് എത്തുമോ അല്ലെങ്കിൽ രാജ്യം പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊക്കെ തന്നെ ഫ്രാൻസുകാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാജ്യത്തെ ഭരണാധികാരികളും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം അമേരിക്ക ഈ തീരുവ യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കാനഡയ്ക്കും UK-ക്കും ജർമ്മനിക്കുമൊക്കെ ഭീഷണി സൃഷ്ടിക്കുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നേറുന്നത് ഫ്രാൻസ് മാത്രമാണ്. മാത്രമല്ല, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിൻ്റെ നിലപാടുകൾ ട്രംപിന് നേരെയുള്ള വെല്ലുവിളികളാണെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബെയ്റോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രധാനമന്ത്രിയെ പുറത്താക്കാനുള്ള അവിശ്വാസ പ്രമേയത്തിനോട് ഇമാനുവൽ മാക്രോൺ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം കൂടിയാണ്. എന്തായാലും 2027 വരെ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ അവസ്ഥയ്ക്ക് മാറ്റം വരാതിരിക്കാനുള്ള നിലപാടുകളായിരിക്കും ഇമാനുവൽ മാക്രോൺ തീരുമാനം എടുക്കുന്നത്. എന്തായാലും പുതിയൊരു തിരഞ്ഞെടുപ്പ് രാജ്യത്തെ അസ്ഥിരമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് എടുക്കുന്ന നിലപാടുകൾ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ഇടത് വലതു പാർട്ടികൾ ഒരുപോലെ തന്നെ പ്രധാനമന്ത്രിക്കെതിരായിട്ട് നിലകൊള്ളുന്നുണ്ട്. എന്നിരുന്നാലും 123 സീറ്റുകളുള്ള നാഷണൽ റാലി എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് ബെയ്റോൻ്റെ ഭാവിയെ നിർണ്ണയിക്കും. കാരണം മുമ്പും ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയമൊക്കെ വന്നപ്പോൾ മറ്റ് ചെറിയ പാർട്ടികളും ഗ്രൂപ്പുകളുമായിട്ടൊക്കെ ചേർന്ന് ഈ അവിശ്വാസ പ്രമേയത്തെ മറികടക്കാനായിട്ട് ബെയ്റോണിന് സാധിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ ഒരുപക്ഷെ ഈ അവിശ്വാസ പ്രമേയത്തെ മറികടക്കാൻ കഴിയുമെന്നാണ് ബെയ്റോൺ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക ഭാവി നിശ്ചയിക്കുന്നത് ഇമ്മാനുവൽ മാക്രോൺ എടുക്കുന്ന തീരുമാനമാകുമെന്നാണ് ലോകം ഇപ്പോൾ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.